കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഗ്രഹയോഗത്തെക്കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്, അതുകൊണ്ട് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതിൽ പറയുന്നത് ശനി ചന്ദ്രയോഗത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ശനിയും ചന്ദ്രനും ഒന്നിച്ചാണോ ഒരേ നക്ഷത്രപാദത്തിലാണോ എന്നാണ്. അങ്ങനെയാണെങ്കിലാണ് ഈ എഫക്റ്റ് ഏറ്റവും കൂടുതൽ വരിക. അല്ലാതെ ദൃഷ്ടിയുള്ളപ്പോഴും വരും, അല്ലെങ്കിൽ ശനിയും ചന്ദ്രനും നക്ഷത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നാലും പിന്നെ പരിവർത്തന യോഗത്തിൽ വരും, അങ്ങനെയെല്ലാം വരും. പക്ഷേ ഏറ്റവും എഫക്റ്റ് എന്ന് പറയുന്നത് ശനിയും ചന്ദ്രനും ഒരുമിച്ച് ഒരേ നക്ഷത്രത്തിൽ നിൽക്കുമ്പോൾ. ശനി ചന്ദ്രൻ്റെ നക്ഷത്രത്തിൽ നിന്നാലും ഈ ഫലം തന്നെ വരും, പക്ഷേ വളരെ എഫക്റ്റ് കുറവായിരിക്കും. ശനിയും ചന്ദ്രനും ഒന്നിച്ച് ഒരേ നക്ഷത്രപാദത്തിൽ നിൽക്കുമ്പോൾ 15 ഡിഗ്രീസിന് താഴെ നിൽക്കുമ്പോഴാണ് ഈ യോഗം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുക. ഇതിൽ കാണിച്ചിരിക്കുന്ന രാശിദൃഷ്ടിയാണ്. അതിന് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ ഈ പ്രവചന വീഡിയോകളൊക്കെ ഇടുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. ശനിക്ക് 3-ലോട്ടും 10-ലോട്ടും സ്പെഷ്യൽ ദൃഷ്ടിയും 7-ലോട്ട് സാധാ എല്ലാ ഗ്രഹങ്ങൾക്കും ഉള്ളതുപോലെ ദൃഷ്ടിയുമുണ്ട്. അതും നമ്മൾ ഓർത്തിരിക്കണം. ഈ യോഗത്തിന് നമ്മൾ പറയുന്നത് വിഷയോഗമെന്നാണ്. അതായത് അത്രയധികം ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെ വരുന്നുണ്ടേ നമ്മൾ പ്രവചന വീഡിയോ ഇടുന്നുണ്ട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരുമാതിരി പുകയൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയൊക്കെയുള്ള എയർ പൊല്യൂഷനൊക്കെ വരുന്നതായിട്ട് തോന്നും. നമ്മുടെ ജീവിതത്തിലും ഇതിന് പ്രാധാന്യമുണ്ട്. നമുക്കൊരുമാതിരി മടി, പിന്നെ എപ്പോഴും അങ്ങ് കിടക്കണമെന്നൊക്കെയുള്ള ചിന്താഗതി, സ്വാർത്ഥത, വളരെയധികം സ്വാർത്ഥത, എപ്പോഴും നമ്മൾ ഇങ്ങനെ ഭാവിയെക്കുറിച്ചുള്ള അനാവശ്യമായ ചിന്തകൾ, വിവാഹ ജീവിതത്തിലൊക്കെ വളരെയധികം പ്രശ്നങ്ങൾ, മിക്കവരുടെയും വിവാഹ ജീവിതത്തിൽ ഡിവോഴ്സൊക്കെ ആവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അല്ലെങ്കിൽ വിവാഹം നിശ്ചയിച്ചിരുന്നിട്ട് പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഓടിപ്പോവുക, അങ്ങനെയൊക്കെ. നമ്മൾ ഏത് ഗ്രഹയോഗം പഠിക്കുമ്പോഴും അല്ലെങ്കിൽ ജാതകം പഠിക്കുമ്പോഴും നമുക്ക് ജീവചരിത്രം അറിയാവുന്ന ഒരു മഹാന്റെ ജാതകം വെച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം മനസ്സിലാവും. അപ്പോൾ വിവേകാനന്ദ സ്വാമിയുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? അദ്ദേഹം വിവാഹം കഴിച്ചില്ല, അദ്ദേഹം വീട് വിട്ടു പോയിട്ട് അങ്ങനെയൊക്കെയുള്ള പല പല സാഹചര്യങ്ങൾ ഉണ്ടായില്ലേ. ഈ യോഗം ഏത് ഭാവത്തിലാണ് വരുന്നത് ആ ഭാവത്തിൻ്റെ കാരകത്വങ്ങളെയായിരിക്കും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ലഗ്നത്തിൽ വരികയാണെങ്കിലുള്ള ഫലങ്ങളാണ് ഇതുവരെ പറഞ്ഞത്. ഇനി 2-ൽ വരികയാണെങ്കിൽ ഇവർ വാക്കുകൾ കഠിനമായിട്ടുള്ള വാക്കുകളായിരിക്കും ഉപയോഗിക്കുന്നത്. കള്ളം പറയുന്നതിനുള്ള ടെൻഡൻസി ഉണ്ടാവും. പിന്നെ മറ്റുള്ളവരെ കുറിച്ച് അപവാദങ്ങൾ പറയാനുള്ള വളരെയധികം ടെൻഡൻസി ഉണ്ടാവും. അത് ഞാൻ ന്യൂസ് ഒക്കെ പിടിച്ചിട്ട് അതങ്ങ് വലുതായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന കണക്ക്. അതുപോലെ കുടുംബാംഗങ്ങളുമായിട്ടൊക്കെയുള്ള ഒരു ശത്രുത എപ്പോൾ വേണമെങ്കിലും വരാം, അങ്ങനെ. അല്ലെങ്കിൽ അത്ര നല്ല ഇതായിരിക്കത്തില്ല. ഇപ്പോൾ 3-ലാണ് വരുന്നതെങ്കിൽ ആ 3-ാം ഭാവത്തിൻ്റെ കാരകത്വങ്ങളില്ലേ, അതിൽ എല്ലാം അഫക്റ്റ് ചെയ്യും. അതിൽ കൂടുതലും ഈ ഭീരുത്വമായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്നത്. പിന്നെ മറ്റുള്ളവരെ ഒരു ചതിക്കാനുള്ള ഒരു ടെൻഡൻസി കാണും. ആ ഒരു ചതി അങ്ങനെ ആയിരിക്കും കൂടുതലും കാണപ്പെടുക. പിന്നെ സഹോദരങ്ങളുമായിട്ട് ഉള്ള ബന്ധം വളരെയധികം വഷളായിരിക്കും. അയൽക്കാരുമായിട്ടുള്ള ബന്ധം വഷളായിരിക്കും. അങ്ങനെ 3-ാം ഭാവത്തിന് എന്തെല്ലാം കാരകത്വങ്ങളുണ്ടോ അവയെല്ലാം നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ടെൻഡൻസി നമുക്ക് കാണാൻ പറ്റും. ചന്ദ്രൻ എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹവും ശനി എന്ന് പറയുന്നത് വളരെ പതുക്കെ സഞ്ചരിക്കുന്നതാണ്. ചന്ദ്രന് വെള്ളത്തിൻ്റെ ആ സ്വാധീനം കൂടുതലുള്ളപ്പോൾ ശനിക്ക് വായു അങ്ങനെയുള്ളതാണ്. അപ്പോൾ ഈ രണ്ടും കൂടി ഇങ്ങനെ യോജിക്കാതെ ഇങ്ങനെ വരുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ വരുന്നത്. ഇതിന് പുനർഭൂ യോഗമെന്നും പറയാറുണ്ട്. ഇപ്പോൾ ലഗ്നത്തിൽ ഇങ്ങനെയൊക്കെ ഉള്ളതെന്ന് പറഞ്ഞില്ലേ, നമുക്കിങ്ങനെ ഒരു ശാരീരിക അസ്വാദ്യങ്ങൾ, വേദനകൾ, അങ്ങനെയൊക്കെ. അതിപ്പോൾ ഏത് ഭാവാധിപത്യമാണ് ചന്ദ്രനും ശനിക്കും ഉള്ളതെന്ന് നോക്കണം. ചിലപ്പോൾ വളരെ നല്ല ഗുണങ്ങളും കിട്ടും. അതായത് ഭയങ്കര പ്രശസ്തരായി തീരാം. അങ്ങനെ വിവേകാനന്ദ സ്വാമി പ്രശസ്തരായി തീർന്നില്ലേ, അങ്ങനെയും വരാം. നമുക്ക് ഒരുപാട് ഫോളോവേഴ്സൊക്കെ ഉണ്ടാകാം. നമ്മുടെ പ്രസംഗം കൊണ്ടൊക്കെ, ഒറ്റ പ്രസംഗം കൊണ്ടാണ് അദ്ദേഹം ഇരുത്തിയത് ആൾക്കാരെ. അതുപോലെയൊക്കെയുള്ള അതും വരാം. അതപ്പോൾ നമ്മൾ ആ ഭാവത്വം വളരെ ശ്രദ്ധിച്ച് വേണം ഇതിൻ്റെ കൺക്ലൂഷനിൽ എത്താൻ. ഇനിയും 8-ാം ഭാവാധിപനും അങ്ങനെ ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ 4-ാം ഭാവാധിപനും തമ്മിലുള്ള യോഗം അങ്ങനെയൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് എപ്പോഴും ജീവിതത്തിൽ അങ്ങ് നിരാശയായിരിക്കും. വളരെ ഗ്ലൂമി ആയിട്ടായിരിക്കും ഇവർ കാണപ്പെടുന്നത്. എല്ലാത്തിനും അങ്ങ് കുറ്റം ആയിരിക്കും. എല്ലാത്തിനും ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും കുറ്റമായിരിക്കും. അതുപോലെ ഇവർക്ക് ജീവിതത്തിൽ അങ്ങനെ ജയിൽ ശിക്ഷ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ, അതുപോലെ പിന്നെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർത്ത് വേദനിച്ച് ജീവിക്കുന്ന ഒരു ജീവിതം, അങ്ങനെയൊക്കെ കാണാൻ പറ്റും. ഇവരുടെ മൈൻഡ് മൊത്തം അങ്ങ് നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കുക ഈ പുനർഭൂ യോഗം ഉണ്ടെങ്കിൽ. അതുപോലാണെങ്കിൽ എപ്പോഴും ഒരുമാതിരി വിഷം കലർന്ന ഒരുമാതിരി ചിന്തകളും വരും. പിന്നെ ഒരുമാതിരി ഭയം, ഇങ്ങനെ ഈ മുയലിൻ്റെ കണക്കൊക്കെയുള്ള ഇതില്ലേ, അതുപോലെ ഒരു അനാവശ്യമായിട്ടുള്ള എന്തിനെക്കുറിച്ചും
അയ്യോ അത് അങ്ങനെ ആകുമോ എന്നുള്ളൊരു അനാവശ്യ ഭയം, അകാരണ ഭയം എന്ന് പറയത്തില്ലേ, അങ്ങനെയുള്ളത്. പിന്നെ എനിക്ക് എല്ലാത്തിനും ഒരു സംശയദൃഷ്ടിയോടെ നോക്കുക. ഞാൻ ഇവരെക്കുറിച്ച് ഒരുപാട് ഇവരങ്ങ് വലിയവരാണെന്നുള്ള രീതിയിൽ അങ്ങ് അങ്ങ് അങ്ങനെ പറയത്തില്ലേ, അങ്ങനെ അങ്ങ് ഇല്ലാത്തത് ഊതി വീർപ്പിച്ച് പറയുക, അങ്ങനെയൊക്കെ ഒരു ടെൻഡൻസി കാണും. എത്ര നല്ലതുപോലെ ഇത് നിന്നാലും ഒരു ചെറിയ ഇതിൻ്റെ ഒരു എഫക്റ്റ് കാണിച്ചിരിക്കും. അത് വിവേകാനന്ദ സ്വാമിക്ക് ജ്യോതിഷത്തിൽ വിശ്വാസമില്ലായിരുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഒരു ഇത് കാണിച്ചിരിക്കും. അവർക്ക് വളരെ നല്ല കഴിവൊക്കെ കാണുമായിരിക്കും, പക്ഷെ അതൊരു സഭയിലിപ്പോൾ അത് പ്രസൻറ്റ് ചെയ്യേണ്ട സമയത്ത് അതിനുള്ള ധൈര്യം വരത്തില്ല. അങ്ങനെ ഒരു കുഴപ്പവും പെട്ടെന്ന് വരും. അത് ഇൻ്റർവ്യൂവിലൊക്കെ വളരെയധികം ഇവരെ ദോഷമായിട്ട് ബാധിക്കും. വളരെയധികം ജോലിക്കൊക്കെ ആഗ്രഹം കാണും, ആ കഴിവിനൊത്തുള്ള ജോലിയോ അങ്ങനെ ഒന്നും ഉള്ളത് കിട്ടാനുള്ള ഭയങ്കര പ്രയാസമായിരിക്കും. ആ ജീവിതത്തിൽ ഉയർച്ച വരണമെങ്കിൽ ഇവർ വളരെയധികം കഷ്ടപ്പെടേണ്ടി വരും. 3, 6, 10, 11 ഭാവങ്ങളൊക്കെ ആണെങ്കിൽ വളരെ ഇവർ ഭയങ്കര ഹാർഡ് വർക്കിങ്ങും നല്ല നീതിയുള്ളവരും ആ നീതിയെ ഇഷ്ടപ്പെടുന്നവരും മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു ടെൻഡൻസി ഉള്ളവരും വളരെ ചാരിറ്റിയിലൊക്കെ വളരെയധികം താല്പര്യമുള്ളവരും ഒക്കെ ആയിരിക്കും. അതാണ് പറഞ്ഞത്, ഏത് ഭാവത്തിലാണ് നിൽക്കുന്നതെന്ന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ചന്ദ്രൻ എന്ന് പറയുമ്പോൾ അമ്മയെ പ്രതിനിധീകരിക്കുന്ന ഗ്രഹം കൂടിയല്ലേ. അപ്പോൾ അമ്മയുമായിട്ടൊരു ബന്ധം, അതായത് അവർ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം, എപ്പോഴും ഒരിഷ്ടമില്ലായ്മ നമുക്ക് കാണാൻ പറ്റും. ഇതെനിക്കറിയാവുന്ന എല്ലാ ജാതകങ്ങളിലും ശരിയായിട്ട് വരാറുണ്ട്. അതുപോലെ ശനി ബന്ധവും കൂടെ ഉള്ളതുകൊണ്ട് അച്ഛൻ്റെ ആരോഗ്യവും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം. മാതാപിതാക്കളെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒരു ഗ്രഹസ്ഥിതിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവരുടെ കുറ്റം കൊണ്ടല്ല, ഇവർക്ക് വീട് വിട്ട് പോയാലൊന്നും ആ ദോഷം മാറുകയില്ല. നമ്മുടെ ജാതകത്തിലുള്ള ദോഷം കുഞ്ഞുങ്ങളുടെ ജാതകത്തിൽ പ്രതിഫലിക്കുന്നു. അതിനനുസരിച്ചുള്ള പരിഹാരം നമ്മൾ ചെയ്യാൻ വേണ്ടിയാണ് ആ ദോഷം നമ്മളെ ദൈവം കാണിച്ചു തരുന്നത്. അല്ലാതെ പണ്ടത്തെ കാലത്തെ കണക്ക് കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചൊന്നും പറഞ്ഞൊന്നും ആ ദോഷം മാറുകയില്ല. ഇവർ ജനിക്കുമ്പോഴേ അച്ഛൻ്റെ അമ്മയുടെ ആരോഗ്യമൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. അത് ആരോഗ്യം കുറയുന്നതായിട്ട് കാണാം. ചന്ദ്രൻ്റെ ശനിയുടെയും ദശാകാലവും അപകാരകാലവും ഒക്കെ വരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. TB പോലെയൊക്കെയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൽ നിന്നും ദ്രവങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് വെള്ളം കുടിക്കുന്നവരായിരിക്കും, ചിലർ കുറച്ച് വെള്ളമേ കുടിക്കത്തുള്ളൂ, ചിലർ വളരെയധികം മദ്യപാനത്തിന് അഡിക്റ്റ് ആയിരിക്കും. അങ്ങനെ പിന്നെ ഈ ഉറക്കത്തിലൊക്കെ ഇവർക്ക് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും ഇവരുടെ അമ്മായിയമ്മ അങ്ങനെയൊക്കെയുള്ള അമ്മ സ്ഥാനത്തുള്ളവരൊക്കെ ഇവരുടെ വിവാഹബന്ധം ഇങ്ങനെ നശിപ്പിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വളരെയധികം പ്രശസ്തരായ വ്യക്തികളുടെ ജാതകത്തിലും ഇതേ യോഗം തന്നെ കാണും. ഏത് ഭാവത്തിലാണ് രാശിയിലാണ് നിൽക്കുന്നതനുസരിച്ച് വ്യത്യാസം വരും. തുലാം രാശിയിലോ മകര രാശിയിലോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് ചിലപ്പോൾ വളരെ നല്ലതായിട്ട് വരും. അതുപോലെ ഗുരുഗ്രഹത്തിൻ്റെത് ദൃഷ്ടി ഉണ്ടെങ്കിലും വളരെയധികം നല്ലതായിട്ട് വരും. കേന്ദ്ര ത്രികോണ യോഗ അങ്ങനെയൊക്കെ വരത്തില്ലേ, അങ്ങനെയൊക്കെ വരുമ്പോൾ വളരെയധികം അല്ലെങ്കിൽ അതിൻ്റെ എക്സ്ചേഞ്ച് ഒക്കെ വരുമ്പോൾ വളരെയധികം നല്ല ഫലങ്ങളായിരിക്കും കിട്ടുക. പലരും വളരെയധികം യാത്ര ചെയ്യുന്നവരായിരിക്കും. അവരുടെ വീട്ടിൽ നിന്ന് ദൂര സ്ഥലത്തായിരിക്കും ചിലപ്പോൾ മിക്കവാറും ഇവർക്ക് സക്സസ് വരിക. പിന്നെ ഇവർ ഈ മദ്യം അല്ലെങ്കിൽ മിനറൽ വാട്ടർ, പിന്നെ എണ്ണ പലതരത്തിലുള്ളതില്ലേ, അതുപോലെ കെമിക്കൽ അങ്ങനെയൊക്കെയുള്ള ജോലികൾ, മരുന്നുമായിട്ട് ബന്ധപ്പെട്ട ജോലികളില്ലേ, ആശുപത്രിയിലെ അങ്ങനെയൊക്കെയുള്ള ജോലികൾ, അങ്ങനെ ഗവൺമെൻറ് ആയിട്ട് ബന്ധപ്പെട്ട ജോലികൾ ഒക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. വിവാഹത്തെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് പറഞ്ഞാൽ, വിവാഹം ഒരുപാട് താമസിക്കും, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാലും അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഫാമിലികളെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് അങ്ങനെയുള്ള കുഴപ്പങ്ങൾ, ചിലപ്പോൾ എൻഗേജ്മെൻ്റ് ഒക്കെ വന്നിട്ട് അതങ്ങ് ആ വിവാഹം അങ്ങ് പോകാനുള്ള സാധ്യതയുണ്ട്. ഇവരെപ്പോഴും ഇവരുടെ 2 ചിന്താഗതിയായിരിക്കും, ഈ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും. ചെറിയ ചെറിയ കാര്യങ്ങൾക്കായിരിക്കും ഇവർ വഴക്കിടുക. അച്ഛനിൽ നിന്നും ഗുണം കിട്ടാൻ വളരെയധികം സാധ്യത കുറവാണ്. അതായത് അവരുടെ അച്ഛൻ സ്ഥാനീയർ വളരെയധികം സൂക്ഷിക്കണം. നല്ല കൂട്ടുകെട്ട് ഇവരുടെ ജീവിതത്തിൽ വളരെയധികം പ്രധാനമാണ്. അതായത് പന്ന കൂട്ടുകെട്ടിലേക്ക് വീണു പോയാൽ എങ്ങനെ നശിച്ചു പോകുന്നു പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ പെട്ടെന്ന് മാറുന്ന മനസ്സാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. സ്ത്രീകളൊക്കെ ആണെങ്കിൽ അവർ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളുടെ മുന്നിൽ ഇവരുടെ ചിന്താഗതികൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു ടെൻഡൻസി കാണും. യൂട്രസ് സംബന്ധമായിട്ടും പീരീഡ് സംബന്ധമായിട്ടും ഒക്കെയുള്ള അസുഖങ്ങളൊക്കെ ഇവർക്ക് വളരെ കൂടുതലായിരിക്കും. പെട്ടെന്ന് വിഷമം വരിക, പെട്ടെന്ന് സന്തോഷം വരിക, അങ്ങനെ ഒരു ചഞ്ചല ചിന്താഗതിയായിരിക്കും ഇവർ. മറ്റുള്ളവരെ അതികഠിനമായിട്ട് വിമർശിക്കുന്ന സ്വഭാവമാണ് ഏറ്റവും ഒരു കുഴപ്പമായിട്ടുള്ളത്. ഉപകാര സ്മരണ എന്ന് പറയുന്നത് ഇവരുടെ ജീവിതത്തിൽ വളരെയധികം കുറവായിരിക്കും.
ഓർക്കുക, എല്ലാ യോഗത്തിനും എപ്പോഴും നെഗറ്റീവും അല്ലെങ്കിൽ ഒരു യോഗത്തിന് എപ്പോഴും പോസിറ്റീവും ഒന്നും ആയിരിക്കത്തില്ല. എപ്പോഴും പറഞ്ഞ കണക്ക് രാശി പ്രധാനമാണ്, ഭാവം പ്രധാനമാണ്, ഈ ഗ്രഹങ്ങളുടെ രാശ്യാധിപത്യം പ്രധാനമാണ്. ഈ ഗ്രഹങ്ങൾ ശനിയുടെയും ചന്ദ്രന്റെയും കൂടെ വേറെ ഏതെങ്കിലും ഗ്രഹം ഉണ്ടെങ്കിൽ തീർത്തും വേറൊരു യോഗമായിരിക്കും വരിക. അതും വളരെ പ്രധാനം. നമ്മൾ ചിന്തിക്കേണ്ടത് ജലവും വായുവും തമ്മിൽ ഒരു ചേർച്ച ഉണ്ടാകുമോ, അതുപോലാണെങ്കിൽ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹവും ഏറ്റവും പതുക്കെ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹവും അങ്ങനെ വരുന്നുള്ള ആ കുഴപ്പങ്ങൾ, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഓരോ ഭാവത്തിൽ വന്നാലുള്ള ആ കുഴപ്പങ്ങളും ഗുണങ്ങളും വിശദമായിട്ട് പിന്നീട് ചർച്ച ചെയ്യുന്നതായിരിക്കും. ഓം നമഃ ശിവായ.